രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദ്യശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അധ്യാത്മരാമായണ വിചാരത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം, ഹനുമാൻ ലങ്കയിൽ പ്രവേശിച്ചു. ലങ്ക കാക്കുന്ന കാവൽക്കാരിയായിട്ടുള്ള ലങ്കാലക്ഷ്മിയെ ഇടിച്ച് ദുഃഖിപ്പിച്ചു. പക്ഷേ കൊന്നില്ല. സ്ത്രീ ആയതുകൊണ്ട് കൊല്ലണ്ടെന്ന് വിചാരിച്ചു. അവൾ കീഴടങ്ങി. ലങ്കയിലേക്കുള്ള വഴി മാർഗ നിർദ്ദേശങ്ങളും കൊടുത്ത് ഹനുമാനോട് സഹകരിച്ചു. പണ്ട് ബ്രഹ്മദേവനും പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ളൊരു ഭക്ത കപിയിൽ നിന്ന്, ഭക്ത കപിയിൽ നിന്ന് ചെറിയ തരത്തിലുള്ള ശിക്ഷ കിട്ടുമ്പോൾ നിനക്ക് മുക്തിക്ക് സമയമാവും, രാമഭക്തനായിരിക്കും അത്. അപ്പോൾ ആ സമയം വന്നു ചേർന്നു എന്ന് ആ പറഞ്ഞത് ഓർത്ത് ലങ്കാലക്ഷ്മി കീഴടങ്ങി. തുടർന്ന് വാൽമീരാമായണത്തിൽ ഒരുപാട് സീതയെ തിരയണത് പറയും. ഒരു പൂച്ചയുടെ വലിപ്പത്തിൽ ആയിത്തീർന്നു എന്നാണ്, ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ. എന്നിട്ട് ഓരോ ഗൃഹത്തിലും ഇങ്ങനെ തിരയാണ്. നരാന്തകനും ദേവാന്തകനും നവരും പെരും പേരും പറഞ്ഞ വിദ്യുജിക്കസക ഭവനം. ഓരോ ഭവനായിട്ട് അവിടുന്ന് ചാടി, അവിടുന്ന് അങ്ങോട്ട് ചാടി, ജനലിൽ കൂടെ നോക്കി, കിളിവാതിൽ കൂടെ നോക്കി അവിടെ ഉറങ്ങുന്ന രാക്ഷസിമാരുടെ ചിത്രമൊക്കെ ഇങ്ങനെ വർണ്ണിക്കും. കയ്യും കാലും പരത്തിയിട്ടും വസ്ത്രം പകുതി അഴിഞ്ഞു പോയിട്ടും പകുതി നേരെ ഉടുക്കാണ്ടിയും കയ്യിൽ ചില സാധനങ്ങൾ വീണ മുതലായിട്ട് ധരിച്ച് ശ്വാസോച്ഛ്വാസം കൂർക്കമ്പലി ഇല്ലേ, അവിടെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ചില പാത്രങ്ങളൊക്കെ അവശിഷ്ടമായിട്ടും മദ്യപാത്രം എന്നൊക്കെ പറഞ്ഞ് സർഗങ്ങളോളം ഹനുമാൻ തിരയാണ്. നല്ലോണം തിരയേണ്ടി വന്നു. പെട്ടെന്ന് ഇതാ വരുമ്പോഴേക്കും സീതയെ കണ്ടിട്ടില്ല. ഇവിടെ അത് വേഗം കണ്ടു. അധ്യാത്മരാമായണത്തിൽ ചുരുക്കമായതുകൊണ്ട് തെരഞ്ഞ് മണ്ടോദരി കണ്ടിട്ട് സീതയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇത് സീതയാണ്. സന്തോഷിച്ചു ഹനുമാൻ. സാധാരണ വാനരന്മാർ ചെയ്യുന്ന ചാബല്യങ്ങളൊക്കെ സന്തോഷം കൊണ്ട് ചാടിത്തുള്ളി. പിന്നെ മനസ്സിലായി ഇത് മണ്ടോദരിയാണ്. അപ്പോൾ വീണ്ടും ദുഃഖമായി. കാണാതെ ഇവിടുന്ന് പോണ്ടി വരുമോ? മരിച്ചിരിക്കുമോ സീത? അങ്ങനെയാവാലോ. ഈ ദുഷ്ടരാവണൻ്റെ ദുഃഖം സഹിക്കാണ്ട് കരയുക, മരിക്കുക, ജീവഹാനി സംഭവിക്കുക. അതോ രാവണഗൃഹത്തിലായിരിക്കുമോ? അങ്ങനെ വെച്ചാൽ രാവണൻ എവിടെയാണ് കിടക്കണം? രാവണൻ്റെ പ്രധാന പള്ളി ഉറങ്ങണ ആ അറ അതെവിടെയാണ്? എവിടെ നോക്കും താനിപ്പോൾ? ഇങ്ങനെ ചിന്തിച്ച് ദുഃഖിച്ചു. സീതയെ കണ്ടില്ല എന്ന് എങ്ങനെ സുഗ്രീവനോട് പറയുക? അത് കണ്ട രുമ ദുഃഖിക്കും, സുഗ്രീവൻ ദുഃഖിക്കും, രാമൻ ദുഃഖിക്കും, ലക്ഷ്മണൻ ദുഃഖിക്കും, ഊർമിള ദുഃഖിക്കും. ലക്ഷ്മണൻ്റെ ദുഃഖം ഊർമിളയുടെ ദുഃഖമാണ്. രണ്ടപത്നിയാണല്ലോ ഊർമിള. കൗസല്യ ദുഃഖിക്കും, കൈകേയി ദുഃഖിക്കും, ഈശ്വര അയോധ്യയിലത്തെ പ്രജകൾ മുഴുവൻ ദുഃഖിക്കും. ജനക മഹാരാജാവിൻ്റെ കാര്യം പറയാനില്ല. തൻ്റെ മകളിങ്ങനെ എന്താ അപ്പം ഞാൻ ചെയ്യുക എന്ന് വളരെയേറെ ചിന്തകൾ ശ്ലോകങ്ങളെ കൊണ്ട് സർഗത്തിൽ ആത്മീയത്തിൽ ഇങ്ങനെ വർണ്ണിക്കും സുന്ദരകാണ്ഡേ. 67 സർഗമുണ്ട്. ഒരു ചെറിയ സർഗമൊന്നുമല്ല. ഈ ചിന്തകളൊക്കെ വർണ്ണിച്ച് ഒടുവിൽ അശോകാവനികയിൽ ലക്ഷ്മണനെ പ്രാർത്ഥിക്കുന്നു. രാമായ നമോസ്തു രാമായ സ ലക്ഷ്മണായ സീത തസ്യൈ ജനകാത്മജായിട്ടുള്ള സീതയെ നമസ്കരിക്കുന്നു. യമൻ, രുദ്രൻ, അനിലൻ, കാറ്റ്, വരുണൻ എല്ലാവരെയും മനസ്സിൽ വിചാരിച്ച് ഈശ്വര അശോകവനികയിലേക്ക് ഞാൻ കിടക്കുകയാണത്. ഇവിടെയെങ്കിലും ആ ദേവിയെ കണ്ടു എന്ന വിവരം പറയാനായിട്ട് എനിക്ക് സാധിക്കണേ. സർവ്വദേവതകളെയും മനസ്സിലെങ്ങനെ സങ്കല്പിച്ച് അശോകവനികയിലേക്ക് ഹനുമാൻ പ്രവേശിക്കുകയാണ്. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാത്രിമേൽ ഉല്ലംഘിതാബ്ദൗ പവനാത്മജന്മനി ജനകനരപതി പരമകൾക്കും ദശാർച്ചനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം. അല്ല പറഞ്ഞല്ലോ, രാവണനും സീതയ്ക്കും ഇടത്തുഭാഗം തുറച്ചു, രാമനെ വലത്തുഭാഗം വിറച്ചു. ജനകനരപതി ദുഃഖതിരുവരന് ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖദുഃഖവും തതുന കപികുലം പതി കടന്നിതു ലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായ രാത്രിയിൽ ഉദിതരവികിരണ രുചി പൂണ്ടോരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞാൻ ഒരേടം മൊഴിയാതെ. അനവധി തരേണ്ടി വന്നു. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി
കഷ്ടപ്പെടണം എന്നർത്ഥം. ദശവദനമണി നിലയമായിരിക്കും മമ ദേവി ഇരിപ്പേടമെന്നോർത്തു മാരുതി. കനകമണി നികര വിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തിയിടിനാൻ. ഉടമയിടും അസുരപുരി കനിവിനോട് ചൊല്ലിയോർ ധ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അമൃത സമസലില യുധാവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാല ധ്വജപതാകങ്ങളും. ഒരു വിമാനത്തിൽ പോകുമ്പോൾ ഉള്ളൊരു പ്രതീതിയാണത്രേ ഉണ്ടാവുക. കാരണം ഒരുപാട് വൃക്ഷങ്ങൾ കണ്ടു, ഒരുപാട് മലകൾ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ മീതയാവണ്ടേ നോട്ടം. നമ്മൾ നോക്കിയാലല്ലേ ഇപ്പോൾ ഇതൊക്കെ കാണുള്ളൂ. അനവധി തോട്ടങ്ങൾ, ഉപവനങ്ങൾ, ധാരാളം ജലമുള്ള തെളിഞ്ഞ വൃക്ഷങ്ങൾ, പക്ഷികൾ, മനോഹരമായിട്ടുള്ള പക്ഷികളുടെ ശബ്ദം, വണ്ടിൻ്റെ പറക്കൽ, ഇതൊക്കെ കണ്ടു എന്നാണ്. നോക്കി 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 ഉപവനവും ഗുരുതര തരുപ്രഭരങ്ങളും ഉന്നതമായുള്ള ശിംശിപാവൃക്ഷവും. ഒരു ശിംശിപാവൃക്ഷം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൃക്ഷമാണ്. അത് അശോക നല്ല ഇതിൽ പറയുക അശോക വൃക്ഷമാണെന്നല്ല. അശോകവനിക എന്ന് പൊതുവെ ആ വാടികയുടെ പേരാണ്. അശോകം ധാരാളം ഉണ്ടാവുകൊണ്ടല്ല പേര് കിട്ടിയത് എന്നാണ്. അങ്ങനെയൊന്നുമില്ല. അവിടെ അതിന് പേരങ്ങനെ പറഞ്ഞു വന്നത് അശോകവനിക. അതിലത്തെ ഒരു വൃക്ഷമാണ് ശിംശിപാവൃക്ഷം. അശോകവനിക എന്ന് പറഞ്ഞാൽ അശോകം ധാരാളം ഉണ്ടെന്ന് വേണമെന്നില്ല എന്നാണ്. അതിന് പേര് അശോകവനിക. അതിൽ ശിംശിബ എന്ന് പറഞ്ഞിട്ടൊരു വൃക്ഷം കാണുകയാണ്. അത് നികിടമകില ജഗദീശ്വരി തന്നെയും നാശു കാട്ടിക്കൊടുത്തിടിനാൻ. മരണതരചികുര വസനം പൂണ്ടു ദീനയായി മൈഥിലീത്താൻ. കൃഷഗാത്രിയായ എത്രയും ഭയവിവശം അവനിലുരുണ്ടും സദാഹൃതി. ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം നയനജലം അനവരതം ഒഴുകി ഒഴുകി പതിനാമത്ത രാമരാമേതി ജപിക്കയും. നിശീചര ചരികൾ നടുവിൽ അഴലൊടു മഴുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. ഹനുമാൻ കണ്ട സീതയെ വർണ്ണിക്കുകയാണ്. അനവരതം എത്ര കണ്ണീരാ കണ്ണെന്ന് ഒഴുകിയിട്ടുണ്ടാവും. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് രാമനും സീതയും. വേർപെടുത്താൻ പറ്റില്ല. ഇപ്പോഴും മനസ്സുകൊണ്ട് വേർപെട്ടിട്ടൊന്നുമില്ല, ശരീരം കൊണ്ട് മാത്രമേ വേർപെട്ടിട്ടുള്ളൂ. നാമത്തെ രാമരാമേതി ജപിക്കയും. ഭർത്താവിനെ സ്മരിക്കലുമായി ഈശ്വരനെ സ്മരിക്കലുമായി. രണ്ട് ഗുണമുണ്ട് സീതയ്ക്ക്. എല്ലാ സ്ത്രീകൾക്കും ആ ഭാഗ്യം ഉണ്ടാവില്ല. പതിയുടെ നാമം ചോദിച്ചാൽ അതിനാണ് ആൾക്കാർക്ക് ഈശ്വരൻ്റെ പേരിടണം എന്നുള്ളത്. ഭർത്താവിൻ്റെ പേര് വിളിച്ചാൽ രാമേട്ടാന്ന് വിളിച്ചാൽ രാമൻ്റെ ഫലം കിട്ടുമല്ലോ. അപ്പം അത് പതിനാമത്തെ രാമരാമേതി ജപിക്കയും. നിശചരികൾ നടുവിൽ അഴലൊടു മരുവ ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. കണ്ടു അത് ദർശ കാണുന്ന ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വളരെ കാലമായി ആഗ്രഹിച്ച കാര്യം സാധിച്ചതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഭാഗം ഉണ്ടാവുകൊണ്ടാണ് സുന്ദരകാന്ഡം സുന്ദരമായ കാണ്ഡമായത്. കാര്യസാധിക്കുക നമ്മൾ ചിരകാലം വിചാരിച്ച് നടക്കാത്ത കാര്യം സുന്ദരകാന്ഡം ദിവസവും വായിച്ചാൽ നടക്കും. സാധിക്കണ വരേണ്ടി വായിച്ചാൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ ആഗ്രഹം സാധിക്കുന്ന അറിയാം. അതുകൊണ്ടാണ് സാധിച്ചു. നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. വിടപ വിവരശിരസി നിബിഡച്ഛതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ. പെട്ടെന്ന് സീതാദേവിയെ താൻ കണ്ടുവെങ്കിലും സീത തന്നെ കാണണ്ട എന്ന് കരുതി മറഞ്ഞിരുന്നു എന്നാണ്. അതെന്തിനാ? അത് വേറൊന്നുമല്ല, തന്നെ കണ്ടാൽ ചിലപ്പോൾ സീത പേടിക്കും. വലിയ സ്വരൂപമാണ് ഹനുമാൻ. ഒരു സാധാരണക്കാരനല്ലല്ലോ. അവിടെ വരുന്നാലൊക്കെ പ്രത്യേകതകളുള്ളവരൊക്കെ അവിടെ എത്താൻ പറ്റൂ. സാധാരണ ഒരു കുരങ്ങനെ അവിടെ എത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള തേജസ്, തപസ്സി, ഇവരെയൊക്കെ എല്ലാവർക്കും അങ്ങനെ നേത്ര ഗോചരമല്ല. കണ്ടാൽ ഇടയ്ക്ക് കണ്ണു പോകുമെന്ന് പറയും. അങ്ങനെയുള്ള തേജസ്വികളെ, ഗണപതിയെ കാണുമ്പോൾ ദേവതകളെ കാണണം എന്നൊരു ദിക്കിൽ പറഞ്ഞപ്പോൾ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തു അയാളുടെ കണ്ണു പോയി എന്നാണ്. അപ്പോൾ ഈ അമിത തേജസ്സുള്ള ആളുകളെ പെട്ടെന്ന് അതേ വിധത്തിൽ കാണുമ്പോൾ പല കുഴപ്പങ്ങളും, നല്ല പല കുഴപ്പങ്ങളും ഉണ്ടാവാം. സീത ഭയപ്പാടിന് കാരണം ഉണ്ടാവാം. പെട്ടെന്ന് ഒന്നിനെ കണ്ടാൽ, ഒരു സാധാരണ വാനരനല്ല ഹനുമാൻ, അപ്പോൾ പെട്ടെന്നാട് കണ്ട ഭയപ്പാടുണ്ടായാലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒളിഞ്ഞിരുന്നു. സീതയെ കണ്ടു. ഒന്നങ്ങനെ നിബിഡച്ഛത അന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ. വഴി പോലെ കാണാം, പെട്ടെന്ന് കാണണ്ട
എന്നങ്ങനെ വിചാരിച്ച് കണ്ടേൻ കൃതാർത്ഥോ സ്മ്യഹം കൃതാർത്ഥോ സ്മ്യഹം. ഞാൻ വന്ന ഉദ്ദേശം ഇതാ നടന്നു 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 കണ്ടേൻ കൃതാർത്ഥോ സ്മ്യഹം. ഇനി എനിക്ക് ജീവിതത്തിൽ നേടേണ്ടത് വലിയൊരു കാര്യമായി കഴിഞ്ഞു. ഇതവിടെ പോയിട്ട് പറയുക, അതിന് വേണ്ടതായിട്ട് നടപടി എടുക്കുക, അത്രേ വേണ്ടൂ. പക്ഷേ കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം വേണ്ടത് എന്താണ്? സീതയെ കണ്ടെത്തുക. അതായി കഴിഞ്ഞു, തുടക്കം കുറിച്ചു. ബാക്കി നടന്നോളും. അത് അനുമാനം അറിയാം, ബാക്കി നടന്നോളും. ഈ വിവരം അവിടെ കിട്ടിയാൽ രാവണൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. ആർക്കാ രാമൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുക? ബാണത്തിനെ എതിരിട്ടിട്ട് ഒക്കെ ഹനുമാന് നല്ലോണം അറിയാം, ബാക്കി സംഭവിച്ചോളും. പക്ഷെ കണ്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേണ്ട കാര്യതാ തുടക്കത്തിലായി കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഇനി ബാക്കി നടക്കേ വേണ്ടു. കണ്ടേൻ കൃതാർത്ഥോ സ്മേഹം കൃതാർത്ഥോ സ്മേഹം ദിവസകരകുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയേ സാധിച്ചതിന്നു ഞാൻ. തന്നോട് ഏത് ദൗത്യമാണ് പറഞ്ഞതെങ്കിൽ അതാ അതിവിടെ സാധിച്ചിരിക്കണു. മനസ്സിൽ നല്ല സന്തോഷമായി. പക്ഷേ ബാക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. രാവണൻ്റെ പുറപ്പാട്, ആ വരവ് ഇങ്ങനെ വരികയാണ്. പല പ്രാവശ്യം സീതയെ പ്രലോഭിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും തൻ്റെ വശത്താക്കണം, സീതയെ പത്നിയാക്കണം, പട്ടമഹിഷിയാക്കണം. ഒരൊറ്റ ചിന്തയാണ് രാവണൻ്റെ സർവനാശത്തിന് കാരണമായത്. രാമപത്നിയാണ് അല്ലേ, മറ്റൊരാളുടെ പത്നി, ഒരു ഇഷ്ടമില്ലാതെ അവളെ സ്വന്തമാക്കുക, ആ ഒരു ചിന്ത. ആ സമയത്ത് ചില ശബ്ദഘോഷങ്ങൾ കേട്ടു. ആശു ചില ഘോഷശബ്ദങ്ങൾ കേൾക്കായിക്കുമിതമതിസപതി കിസലയ ചയ നിലീനനായി കീടവദ്ദേഹം മറച്ചു മരുവിനാൻ. രാവണൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾ വരണ പോലെ ആവുമോ? രാമായണത്തിൽ പറയും ധാരാളം ദീപങ്ങൾ കയ്യിൽ പിടിച്ചിട്ട്, രത്നപാത്രങ്ങൾ കയ്യിൽ പിടിച്ചിട്ട്, മദ്യപാത്രങ്ങൾ കയ്യിൽ പിടിച്ചിട്ട്, ഇടത്ത് കുറേ വലത്ത് കുറേ ആൾ, മുമ്പിൽ കുറേ ആൾ, പിന്നിൽ കുറേ ആൾ, ആഭരണങ്ങളുടെ കിലുക്കം, അതാണ് ശബ്ദഘോഷം. അത്യാവശ്യം ചില വാദ്യഘോഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. രാജാവ് വരുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ട ശബ്ദഘോഷങ്ങളോടുകൂടി കിലികില ശബ്ദങ്ങളുണ്ട്. അരപ്പട്ടയ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ഘോഷങ്ങളോട് കൂടിയിട്ടുള്ള വരവാണ്, ചില്ലറ വരവൊന്നുമല്ല. രാവണന് ചക്രവർത്തിയല്ലേ വരണത്, ഗംഗാ ചക്രവർത്തിയുടെ വരവാണ്. മാരുതി ഒന്നങ്ങനെ മാറി. തന്നെ ഇപ്പം ഏതായാലും കാണണ്ട, സമയമാകുമ്പോഴാവാം. അസുരസുരതിശിചരവരാങ്കനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനവരത മകതളിരിലുണ്ടു തൻ്റെ ഏകനാശം ഭവിക്കുന്നതെന്നീശ്വര. ശൃംഗാരവേഷമൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഹനുമാന് ചിരിയും വന്നു. ഇതൊക്കെ ആയിട്ട് ഒന്നിലുള്ള ഭ്രമം കുറഞ്ഞിട്ടില്ല അല്ലേ? തല ഡൈ ചെയ്തിട്ടുണ്ടോ നിശ്ചയില്ല. ശൃംഗാരവേഷവും എന്തായാലും വേഷമൊക്കെ നേരെ കെട്ടിയിട്ടാണ് കേമായിട്ടുള്ള വരവ്. ഏതായാലും സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ നിശിതരസരസകലിതാംഗനായ കേവലേ നിർമ്മലമായ ഭഗവത്പദാംബുജേ വദന ജനം അരുമ മൃത ആനന്ദപൂർണമാം വൈകുണ്ഠരാജ്യം എനിക്കെന്നു കിട്ടുന്നു. കണ്ടുവോ? അവിടെയൊക്കെ ചില കാര്യങ്ങൾ അത്ഭുതമുണ്ട്. രാവണന് വിവരമില്ലാത്ത ആളല്ല, അറിവും ബുദ്ധിയും കൊണ്ട് വൈകുണ്ഠരാജ്യം എനിക്ക് എന്നാ കിട്ടുക എന്നാണ്. അപ്പോൾ രാമനെ എതിർക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, മരിക്കാൻ തയ്യാറായിട്ട്. മരിച്ചോട്ടെ. ഭഗവത് പദാംബുജേ, ഭഗവാന്റെ പാദാംബുജത്തിൽ മനസ്സുറപ്പിച്ച് ആ വൈകുണ്ഠരാജ്യം എനിക്ക് കിട്ടണം. അപ്പം നല്ല ഉദ്ദേശം ഉള്ളിലുണ്ട്, അത് വികട രീതിയിലാണ് ചെയ്യുന്നത് എന്നേ ഉള്ളൂ. മരിക്കുമെന്ന് തനിക്ക് ഉള്ളിൽ അറിവുണ്ടെന്ന് വേണ്ടേ അതുകൊണ്ട് വിചാരിക്കാൻ. അതിന് പല സമയം ഇതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നീടിനാൻ. കണ്ടോ, എന്തിനാ അംഭോജപുത്രിയെ കൊടുക്കുന്നത്? സീതേ സുഖമായിട്ട് അനുഭവിക്കാൻ ചുറ്റുന്നല്ല. രാമൻ്റെ വരവുണ്ടാവും, രാവണൻ്റെ വരവുണ്ടാവും ഇനിയിപ്പോൾ എന്ന് അവിടെ പറഞ്ഞു രാമൻ. ഇവിടെയോ രാമൻ്റെ വരവുണ്ടാവും ഇനിയിപ്പോൾ. അറിയാൻ തനിക്ക് ഇവിടെ എത്തും, എങ്ങനെയെങ്കിലും എത്തും. അതിന് പറ്റാത്ത ആളൊന്നുമല്ല. എന്നിട്ട് വേണം തനിക്ക് മരിച്ച് രാമനെ കണ്ടു മരിച്ച് മുക്തി അടയാൻ. അതിനും ഒരു പരിഭവം ഒടുഴറി വന്നീലവാൻ ആയുർവിനാശകാലം നമുക്കാഗതം. അതിനൊക്കെ സമയമുണ്ടല്ലോ. മരണസമയം ദൃഢം ശിരസി മമ ലിഖിതമിക മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം. മരണത്തിന് സമയം വേണം, എല്ലാറ്റിനും സമയം വേണം. ശേഷിച്ച് മരണം ഒരു നിമിഷം മുമ്പേക്കാനും പറ്റില്ല. അതിനപ്പുറത്തൊക്കെ ആ സമയം വന്നിട്ട് വേണം തനിക്ക് രാമനുമായിട്ട് ഒന്നായിട്ട് ചേർന്ന് മുക്തിയെ പ്രാപിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് സീതയോട് പല പ്രാവശ്യം പറഞ്ഞു, കാട്ടുകൂടെ നടക്കണ രാമനെ കൊണ്ട് നിനക്ക് എന്താണ് കാര്യം? ശുണു സുമുഖിതപ ചരണ നളിനദാസോ സ്മ്യകം ശോഭനശീലേ പ്രസീദ പ്രസീദമേ.
സ്ത്രീക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ കാലിൽ വീഴേണ്ടി വരും. ചക്രവർത്തിയായിട്ടുള്ള രാവണൻ അത് വേണ്ടി വരിക. സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രസീതമേ, ഈശ്വരനെ പ്രാർത്ഥിക്കണ പോലെ പ്രാർത്ഥിക്കണം. ദേവി ഒന്ന് എൻ്റെ നേരെ പ്രസാദിക്കൂ. നിഖില ജഗദധിപ അസുരേശം ആലോക്യമാം നിന്നിലെ നീ ഇരുന്നിടുവാൻ. നീ എന്തിനാണ് പ്രകാരം ജീവിതം നശിപ്പിക്കുന്നത്? ഭവതി തവ രമണമഭി ദശരഥ സുദർശനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോളിടൂ. ആ രാമനെ ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണൂല. എന്തിനാ ഇങ്ങനത്തെ ഒരാളുടെ കൂടെ പോണം? സുദൃഢം അനവരതം ഉപഗൂഹനം ചെയ്യലും സുചിരമരികെ വസിക്കലും. ആരെങ്കിലും സ്ത്രീകൾ പോയിട്ട് ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക ചെയ്താലും ഒരു വികാരവും അവനില്ല. ഇതൊക്കെ സ്തുതിയായിട്ടും വരാൻ ഭഗവാനുണ്ടോ വല്ല സ്ത്രീകളിൽ ഭ്രമം? എല്ലാവരും ഒരുപോലെ കാണുന്ന ശ്വാക്കളും ഗോക്കളും ഒക്കും പറയണം. ശ്വാക്കളെയും ഗോക്കളെയും അവനും ഒരുപോലെയാണ്. ഭഗവാനെല്ലാം ഒരുപോലെയല്ലേ? ആത്മബോധമുള്ളവർക്ക് എവിടെ ശ്വാക്കളും കഴുതിയും ബ്രാഹ്മണനും ചണ്ടാളിനും ഒന്ന് തന്നെയാണ്. ശ്വാക്കളും ഗോക്കളും ഒക്കും അവനുമേ. അതുകൊണ്ട് നീ വെറുതെ ഇത്തരം ആളുടെ കൂടെ പോണ്ട. യൗവനം ആണെങ്കിലോ നിസ്സാരമാണ്. എപ്പോൾ വേണമെങ്കിലും കഴിയും. ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പേ എന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കൂ. ഭർത്താവിനെ പാർത്തിരുന്നതിനി മതി. ത്വയി വിമുഖൻ അവൻ അനിശം അതിനു നഹി സംശയം ദാസോഹമത്യവജസ്വമാം. അവന് നല്ല വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നീ ഇത് ഭർത്താവിനെയും വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വെച്ചാൽ ഇതിലിടയ്ക്ക് ഇവിടെ എത്തില്ലേ? കഴിവൊക്കെ ഉണ്ടെന്നൊക്കെ പറയണു. പലരെയും വധിച്ചു എന്നും പറയണു. വധിക്കാൻ പറ്റാത്തവരെ വധിച്ചു എന്നും പറയണു. പിന്നെന്തേ ഇവിടെ എത്താഞ്ഞ്? ഉറപ്പാണ് അത് എന്നെ അവൻ മറന്നിരിക്കണു. കരഗതവർ അമലമണി വര ഉടൻ ഉപേക്ഷിച്ചു കാചത്തെ എന്തു കാക്ഷിക്കുന്നിതോമലേ. കോടിക്കണക്കിന് വിലപിടിച്ച രത്നം കയ്യിലുണ്ടായിട്ട് അത് മാറ്റിയിട്ട് അല്ല കരിക്കട്ടെ കല്ലിനെ നീ ഇപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ കാട്ടുകൂടെ നടക്കണ രാമനെ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? അറിയില്ലെങ്കിൽ ഇവിടെ ഉള്ളവരോട് പറഞ്ഞു തരും. അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിസ്തരിച്ചിട്ട്. പൗലസ്ത്യൻ തനയനാണ്. ആ പൗലസ്ത്യൻ്റെ അച്ഛനെ പ്രജാപതിയിലത്തെ ഒരാളായിരുന്നു. പ്രജാപതി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്ഥാനം അവർക്കുണ്ടായതാണ്. ഈ ലങ്ക മുഴുവൻ ഇന്ദ്രനെ ജയിച്ചു, മയനെ ജയിച്ചു, കാലനെ ജയിച്ചു. മയൻ്റെ പുത്രിയാണ് തൻ്റെ പത്നി മണ്ഡോദരി. കാലൻ പേടിച്ചു ശിവനെ അടക്കം പറപ്പിച്ച ആളാണ്. ഇന്ദ്രനെ തോൽപ്പിച്ച ആളാണ്. അപ്പോൾ കരഗതം ഒരു മണി കയ്യിൽ കിട്ടിയിട്ടുള്ള രത്നത്തെ വലിച്ചെറിഞ്ഞ കല്ലായിട്ടുള്ള രാമനെ എന്തിനാണ് നീ സ്വീകരിക്കുക? കാന്തേ കളത്രമായി വാഴുക നീ സന്തതം കളയരുത് സമയമിക ചെറുത് വെറുതെ സമയം നീ കളയണ്ട. അതുകൊണ്ട് അതിനുള്ളതായിരിക്കുന്ന ആലോചനയൊക്കെ നിർത്തി ആ ഭർത്താവിനെ ആലോചിച്ചിരുത്തം എന്നൊക്കെ നീ അവസാനിപ്പിച്ചോ. എത്രയോ സ്ത്രീകൾ നിനക്ക് വശകയാണ്. നീ ഒന്ന് ആജ്ഞാപിച്ചാൽ എന്ത് ദാസ്യം വേണമെങ്കിലും ചെയ്യാനുള്ള ദാസിമാർ പടിയുണ്ട്. ഞാനടക്കം എൻ്റെ ദാസനാണ്. ഇതിലും മീതഞ്ഞ് നിനക്ക് എന്താണ് വേണ്ടത്? കേട്ടു. ഇതിങ്ങനെ കേട്ടതോട് കൂടിയിട്ട് പറഞ്ഞു, എൻ്റെ എണ്ണം നാളുകൾ എണ്ണപ്പെട്ടിരിക്കണു. രാവണ ഒരു പുൽക്കൊടി അവിടെ എടുത്തു എന്ന് പറയും. ഈ പുല്ലിനില്ല നീയെന്ന് പറയാണ്. എൻ്റെ ഭർത്താവ് ആരായാലും അത് തന്നെയാണ് എനിക്ക് വലുത്. കൊണ്ട് പറയണം അനുചിതം ഇതലം അലം അടങ്ങുവിൻ നിങ്ങൾ എന്നപ്പോൾ തിരിച്ചടയും ആശു ചൊല്ലിയിടിനാൾ. രാക്ഷസിമാരോട് പറഞ്ഞ് വശത്ത് വരുത്താൻ വേണ്ടി പറഞ്ഞു വെട്ടി തന്നെ കഷ്ണാക്കും എന്ന് പറയുകയാണ് അവർ. മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ വെട്ടി ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ കഷ്ണമാക്കും. കണ്ടപ്പോൾ തന്നെ തോന്നിയിരിക്കണു എന്നെ ഭക്ഷിക്കാൻ നല്ലതാണ് എന്നൊക്കെ ചിലർ പറഞ്ഞു. പല രാക്ഷസിമാരും ഓരോരുത്തർ പറഞ്ഞത് വേറെ വേറെ പറയും. ഇന്നാൾ പറഞ്ഞു ലംബോദര എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസി പറഞ്ഞു, കുംഭോദര എന്ന് പറഞ്ഞിട്ടുള്ള രാത്രി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും പറഞ്ഞു. ജഡ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞു, ഹരിജഡ എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസി പറഞ്ഞു. അങ്ങനെ ഓരോ രാക്ഷസിമാരും പറഞ്ഞ വാക്യങ്ങൾ വേറെ 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 ആയിട്ടിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറഞ്ഞു വെട്ടി കഷ്ണാക്കുന്നും പറഞ്ഞു ഒരാൾ. സീത ഒരു പുൽക്കൊടി എടുത്തിട്ട് പറഞ്ഞു അവിടെ ദശവധന ഇത് നിനക്ക് അനുചിതമാണ്. രാമലക്ഷ്മണന്മാരില്ലാത്ത സമയത്ത് നീ എന്നെ കട്ടുകൊണ്ടുപോയില്ലേ എന്ന് പറയുകയാണ്. കഷ്ടം നിനക്ക്. ഇത് സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയം അതിവിനയമൊടു ശുനീവഹവിരധ്വരെ. നീ വലിയ വീരനാണ് ശൂരനാണെന്നൊക്കെ പറയണു. സഭയം പേടിച്ചിട്ടല്ലേ രാവണ അവരില്ലാത്തപ്പോൾ വന്ന് നീ കൊണ്ടുപോയത്? ധൈര്യം ഉണ്ടെങ്കിൽ അവരുള്ളപ്പോൾ കൊണ്ടുവരേണ്ടിയിരുന്നു. അപ്പോൾ കാണാമായിരുന്നു എൻ്റെ ധൈര്യം.
ആ രാമബാണം തൻ്റെ മാറിൽ തറച്ച് വീഴ്ച അപ്പം തന്നെ കഴിഞ്ഞിരുന്നു കഥ. ബാക്കിയൊന്നും ഉണ്ടാവില്ല അവിടെ. അവരില്ലാതെ വന്ന് കൊണ്ടുപോകാനുള്ള ഭയമല്ലേ സത്യത്തിൽ നിനക്ക് അവരില്ലാത്തപ്പോൾ വരാൻ തോന്നിച്ചത്? നിനക്ക് എന്ത് ധൈര്യമാണ്? നീ എന്ത് ധൈര്യവാനാണ്? ഒറ്റയ്ക്കാവുമ്പോൾ ഒരു സ്ത്രീയെ, ആരാരുമില്ലാതെ വിഷമിക്കുന്ന സ്ത്രീയെ കൊണ്ടുവരലാണോ രാവണ പുരുഷത്വം? പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു. ശൗര്യവും ധൈര്യവും ബലവും സ്ത്രീകളിലല്ല കാണിക്കേണ്ടത്. ധൈര്യം ഉണ്ടെച്ചാൽ രാമലക്ഷ്മണന്മാരോട് നീ എന്ന് മുട്ടി നോക്ക്. പറഞ്ഞു സീത, അപ്പം അറിയാം എന്താ ഉണ്ടാവുക എന്നുള്ളത്. ഈ പുൽക്കൊടിക്ക് സമാനമാണ് നീ. ഒരു പുല്ലവിടെ എടുത്തിട്ടു എന്ന് പറയാണ്. രാമബാണം മാറിൽ തറച്ച് നിലത്ത് വീഴാനുള്ള സമയം നിനക്കടുത്തിരിക്കണു. ഇനി അധികം അതിന് താമസമില്ല. ഇത് ഹനുമാൻ ഇങ്ങനെ കാണുകയാണ്. രാമരാമനാമം ജപിച്ചുകൊണ്ട് രാവണനെ ഭർഷിച്ചു. രാവണൻ എളിഭ്യനായിട്ട് അവിടുന്ന് പോവുകയാണ്. പാതിവൃത്തിയാണ് സ്ത്രീകൾക്ക് ഏറ്റവും ശക്തം എന്ന് പറയുക, ശക്തമായിട്ടുള്ള ആയുധം. അതിൻ്റെ മുമ്പിൽ ഏതും ഭസ്മാവുന്നതാണ്. ഇത് ശത്രുവും ഭസ്മാവും. അനവധി രാക്ഷസിമാർ ഭീഷണിപ്പെടുത്തി പറയാൻ തുടങ്ങിയപ്പോൾ ത്രിജട ഒരു സ്വപ്നം കണ്ടു എന്ന് പറയാണ്. ഇവള് പറഞ്ഞാൽ കേൾക്കില്ല, നമുക്ക് വെട്ടി കഷ്ണാക്കേണ്ടി വരും, ഭക്ഷിക്കേണ്ടി വരും. ആ ത്രിജട പറഞ്ഞു, നിങ്ങളെ ഭക്ഷിച്ചോളൂ, സീതയെ തൊടണ്ട. അങ്ങനെ ചില ആൾക്കാർ സീതയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ്. ആകുമ്പോൾ ഉണ്ടാവും, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാവും ചില നല്ല ആൾക്കാർ. ആത്മാനം കാതയാ, നിങ്ങളെ തന്നെ കൊല്ലിൻ, സീതയെ കൊല്ലാൻ പാടില്ല എന്ന് പറയുകയാണ്. കാരണം താൻ കണ്ടതായിട്ടുള്ള ഒരു സ്വപ്നം. ഐരാവതത്തിൻ്റെ മുകളിൽ രാമൻ വന്നു, ചാണകക്കുഴിയിൽ വീണതായിട്ട് രാവണൻ വസ്ത്രമില്ലാതെ നഗ്നനായിട്ട് കണ്ടു, പലതരത്തിലുള്ളത് കണ്ടു. ആ സീതയെ മടിയിലിരുത്തി വിമാനത്തിൽ ആകാശമാർഗ്ഗേ പോകുന്നത് കണ്ടു. കഴുത വലിക്കുന്ന തേരിൽ തെക്കോട്ട് രാവണൻ പോകുന്നതായിട്ടും കണ്ടു. ഇത് കേവലം ഒരു സ്വപ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സീതയെ വെട്ടാനും കൊല്ലാനും പുറപ്പെടേണ്ടെന്ന് ത്രിജട പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചു. ത്രിജടയ്ക്ക് അവിടെ ലേശൊരു സ്ഥാനമൊക്കെ ഉണ്ട്, പറഞ്ഞാൽ കേൾക്കും. കാരണം ശീലവതിയെ നമസ്കരിച്ചിടുവിൻ, സുഖരഹിതഹിതയമൊടു ഉറങ്ങിനേൻ ഒട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനി ദാനീന്ദ്രിടം. ഈ പറഞ്ഞ പോലത്തെ സ്വപ്നം ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആരുമില്ലാത്ത അവളെ, പരവശയിൽ കഴിയുന്ന ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന ആരാരുമില്ലാത്ത അവളെ നിങ്ങളിനി കാര്യമായിട്ടൊന്നും വിഷമിപ്പിക്കേണ്ട. രാവണൻ പറഞ്ഞത് കേട്ടു എന്ന് വരുത്തിയാൽ മതി. അല്ലാതെ സീതയെ ആവശ്യമില്ലാതെ ദുഃഖിപ്പിക്കുന്നത് ഗുണകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിങ്ങനെ കേട്ടു. എല്ലാവരും കുറച്ചിങ്ങനെ ഭയന്നു. അങ്ങനെ ഹനുമാൻ മെല്ലെ സീതയുടെ അടുത്തേക്ക് പോവുകയാണ്. വർത്തമാനം പറയണം, തൻ്റെ കാര്യങ്ങൾ നടത്തണം, കണ്ടാൽ മാത്രം പോരല്ലോ. ഇങ്ങനെ സീതയുടെ ശ്രദ്ധ ആകർഷിക്കാം. സ്ത്രീകളെ അല്ലെങ്കിൽ ബഹുമാന്യരായിട്ടുള്ള ആളുകളെ എന്തെങ്കിലും കൈകൊട്ടി വിളിക്കുക, ഇഷ് എന്ന് പറഞ്ഞ് വിളിക്കുക, ഇതൊന്നും പണ്ടത്തെ മര്യാദയ്ക്ക് യോജിച്ചതല്ല. ബഹുമാന്യരായിട്ട് ഒരാളെ ഇഷ് ഒന്നും വിളിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ അതൊക്കെ ചെയ്യേണ്ടത് വേറെ കാര്യം. ഒന്നെങ്കിലും അവരുടെ മുൻഭാഗത്ത് വിനയത്തോടു കൂടി നിൽക്കുക. കൈകൊട്ടാനും കൂടി പാടില്ല എന്നാണ്. അവരെ പിന്നാക്കം തിരിയിപ്പിക്കരുത് എന്നാണ്. അത് തെറ്റാണ്. മുൻഭാഗത്ത് പോയിട്ട് വന്ദനം ചെയ്യണം, എന്നിട്ട് അവരുടെ ശ്രദ്ധയിൽ, അങ്ങനെയൊക്കെ നിയമമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്യുക? ഒരു കാര്യമാവാം, രാമകഥ ഇതുവരേക്കുള്ളത് അങ്ങോട്ട് ചൊല്ലുക. രാമകഥ കേട്ട സീത ഇങ്ങോട്ട് തിരിയാണ്ടിരിക്കില്ല എന്ന് ഹനുമാന് നന്നായിട്ടറിയാം. ഇക്ഷ്വാകു വംശജനായിട്ട് ദശരഥൻ ആനാകുതിര മുതലായിട്ടതെല്ലാമുള്ള രാജാവായിരുന്നുവെന്നും 4 പുത്രന്മാരുണ്ട്, അതിലത്തെ മൂത്തരാമൻ അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടി കാട്ടിലേക്ക് വന്നു എന്നും സീതാദേവി രാവണനാൽ അപഹരിക്കപ്പെട്ടുവെന്നും തെരഞ്ഞ് നടക്കുന്ന സമയത്ത് വളരെയേറെ ദുഃഖിച്ചുവെന്നും വാനരന്മാരെ സുഗ്രീവനെ കണ്ടുവെന്നും അനവധി രാക്ഷസന്മാരെ വിരാധൻ മുതലായിട്ടുള്ളവരെയൊക്കെ വധിച്ചു എന്നും സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തുവെന്നും ഹനുമാനായിട്ടുള്ള ഒരാൾ സമുദ്രം ലംഘനം ചെയ്ത് ലങ്കയിലെത്തി വരേക്കുള്ള കഥ അതുവരെ ആയിട്ടുള്ളൂ. ക്രമം തെറ്റാതെ ആ കഥ പറയണം. നന്നായിട്ട് രാമകഥ ആഖ്യാനം ചെയ്തു പെട്ടതോടു കൂടിയിട്ട് അതിന് ഉദ്ദേശിച്ച ബലം ശരണമിക ചരണതരതിജ അഖിലനായികേ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നും എന്നെ നീ. മാത്രമല്ല ഈ രാമായണം എങ്ങനെ പോയി ലങ്കയിൽ പാടുക? ഇത് സ്വപ്നമൊക്കെയാണെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയാലേ സ്വപ്നം കാണൂ.
ഈ രാമായണ കഥ ആര് പാടി ഇവിടെ? കിമിതി രഘുകുലപര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിത് ആകാശമാർഗേ മനോഹരം. കാറ്റ് എന്നെ പറഞ്ഞു കേൾപ്പിച്ചതാവോ? പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ? തനിക്ക് ചിത്തഭ്രമുണ്ടായോ? രാമനെ തിരിഞ്ഞതുകൊണ്ടുള്ള ദുഃഖം കാരണം അങ്ങനെ വല്ലതും ആണോ? സത്യമായി വന്നിതാവൂ മമ ദൈവമേ ശരതരപതി ചരിതം ആശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ. കേട്ടത് ശരിക്കന്നെ ആവട്ടെ. അത് പാടാനുള്ള ഒരാളവിടെ ഉണ്ടാവണേ, ഉണ്ടായത് സത്യമാവണേ. എനിക്ക് രാമനുമായിട്ട് ചേരാൻ സാധിക്കണേ. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, വേറൊരു പ്രാർത്ഥനയില്ല. ഈ കഥ സത്യമാവട്ടെ, അതിന് തുടർന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാവണേ ഈശ്വര, ഇത് വെറുതെ ആവരുതേ എന്നൊക്കെ രാമനെ ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹനുമാൻ സാവധാനം ഒന്നിങ്ങനെ പോയി ചെറിയൊരു ശരീരം എടുത്തിട്ട് സീതയുടെ മുമ്പിലെത്തി. കുസൃതി ദശമുഖന് പെരുതെന്ന് നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കവീന്ദ്രനും. ഇത് രാവണൻ വേഷം മാറി വന്നതാവോ? ദശമുഖൻ്റെ മറ്റൊരു വേഷം, പല വേഷം, മായാശക്തി ഉണ്ടല്ലോ രാക്ഷസന്മാർക്ക്. അപ്പം പറഞ്ഞു, ദേവി ശങ്കിക്ക വേണ്ട, കുറഞ്ഞൊന്നും എന്നെ നീ തപസ ജീവനഹമിഹ തഥാവിധനല്ലോ. ഭവതി ചിന്തിക്കണ പോലെയുള്ള ആളല്ല ഞാൻ, ചതിക്കാനോ മായാവേഷം എടുക്കുന്നവനല്ല ഞാൻ. ഞാൻ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ, ഞാൻ കോസലേന്ദ്രനായിരിക്കുന്ന രാമൻ്റെ ദൂതനാണ്. ആ രാമൻ്റെ ശാസനം കൊണ്ട്, രാമൻ്റെ ആജ്ഞ നിർവഹിക്കാനായിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്താ ദേവി, അങ്ങക്ക് വിശ്വാസമില്ലേ? എന്നാൽ ഈ മോതിരം കണ്ടോളൂ. മോതിരവൃത്തം കണ്ടു, രാമനാമാങ്കിതമായിട്ടുള്ള ആ മോതിരം മാറോട് ചേർത്ത് സീതാദേവി കണ്ണീരൊഴുക്കി. പിന്നെയും പരമേശ്വരന് തുമക്കി നിഖിലം അഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ. കാകൻ്റെ ഒരു വൃത്താന്തം അടയാളവാക്യം പറഞ്ഞു കേൾപ്പിച്ചു എന്നാണ്. അങ്ങനെ ചൂടാരത്നം കൊടുക്കുകയും ചെയ്തു. ഈ അടയാളവാക്യം കേട്ടപ്പോൾ സീതയ്ക്ക് വിശ്വാസമായി. മോതിരം എങ്ങനെയെങ്കിലും കിട്ടിയതാവാം, പക്ഷെ വാക്യം ഒരിക്കലും മറ്റൊരാൾക്ക് രാമൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. താൻ ചിത്രകൂടത്തിൽ ഉറങ്ങുന്ന സമയത്ത് ഇന്ദ്രൻ്റെ പുത്രനായ അഞ്ജനായിട്ടുള്ള ജയന്തൻ കാക്കയായിട്ട് വന്ന് സീതയുടെ മാറത്ത് കൊത്തിയെന്നാണ് വാൽമീകി രാമായണത്തിൽ, തൊടയിൽ കൊത്തിയെന്നാണ് നമ്മുടെ രാമായണത്തിൽ. എന്തായാലും ഉപദ്രവിച്ചു എന്നേലും, അതിൽ തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്ഥലത്തിൽ കൊണ്ട് കൊത്തി കീറി ആ കാക്ക. ഭഗവാൻ അറിഞ്ഞപ്പം അങ്ങോട്ട് വന്നു ദേഷ്യം. എൻ്റെ കാഥ കഴിച്ചിട്ട് തന്നെ വേറെ കാര്യം, തൻ്റെ പത്നിയെ തൊടാനുള്ള ധൈര്യം വന്നോ? ഏതും രാമൻ സഹിക്കും, പക്ഷേ തൻ്റെ പത്നിയെ തൊട്ടാൽ സഹിക്കില്ല എന്നാണ്. ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് ജപിച്ചു, ചെറിയ അസ്ത്രമൊന്നുമല്ല. ഓടി ഈ കാക്ക ജയന്തൻ, ഓടി 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 എവിടെ പോയോ അവിടെയൊക്കെ ബ്രഹ്മാസ്ത്രം എത്തി. ഒരു രക്ഷയില്ല. ഭഗവത് പാദത്തിൽ തന്നെ ശരണം പ്രാപിച്ചു. രാമ, ഞാൻ വധ്യനാണ്, തെറ്റ് ചെയ്തത് എന്നെ വധിക്കാൻ മാത്രമുള്ള തെറ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. ദയവായിട്ട് എന്നെ ജീവഹാനി വരുത്തരുത്. ഏതെങ്കിലും ശിക്ഷകളെ കൊണ്ട് ചുരുക്കിയിട്ട്, കാരണം ശിക്ഷ ഇല്ലാണ്ടിരിക്കില്ല, അത് ഉറപ്പാണ്. കൊല്ലരുതേന്ന് പറഞ്ഞു. ഭഗവാന് കാരുണ്യം വന്നുവെങ്കിലും ദേഷ്യമുണ്ട്. നീ വധ്യനാണ്, എന്താ സംശയം? പക്ഷേ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കാത്ത പാരമ്പര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ വധിക്കണില്ല. പക്ഷേ നിൻ്റെ കണ്ണിൽ ഒരു കണ്ണ് പോവും, നയനമതിലൊന്നു പോവും. നിർത്തിയില്ല, നീ വേണ്ടാത്തതാണ് ചെയ്തത്. അതുകൊണ്ട് നിൻ്റെ ഒരു കണ്ണ് പോവുക എന്നതിൽ ഒതുക്കിത്തരാം ശിക്ഷ, മരണശിക്ഷ കൊടുത്തില്ല. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കേട്ട് അടയാളവാക്യം കേട്ടപ്പോൾ സീതയ്ക്ക് വിശ്വാസമായി. ആനന്ദക്കണ്ണീര് വന്നു. ലങ്കയിൽ വന്നതിന് ശേഷം ആനന്ദക്കണ്ണീര് വരുന്നത് ഇപ്പോഴാണ്. ഇതുവരെ ദുഃഖക്കണ്ണീരേ വന്നുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ വിശ്വാസം ആയിരിക്കണം. അങ്ങനെ ഹനുമാൻ സീതാദേവിയെ നമസ്കരിച്ചു, പ്രദക്ഷിണം വെച്ചു. തലയിലത്തെ ശിരോരത്നം കണ്ടു എന്ന് രാമന് വിശ്വാസം വരാനായിക്കൊണ്ട് അങ്ങോട്ടും കൊടുത്തു. ഞാൻ പോട്ടെ, ഇനി എന്താണ് പറയേണ്ടത്? വേഗം വന്നിട്ട് എന്നെ കൊണ്ടുപോകണം, രാവണ സൈന്യത്തെ ഒടുക്കണം. ഒരു നിമിഷം പോലും രാമനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിവില്ല. അങ്ങനെ ജീവത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാനിരിക്കുന്നത് എന്ന് അങ്ങ് അവിടെ പോയിട്ട് പറയണം. ബാക്കിയൊക്കെ അദ്ദേഹം ആയിക്കോളും എന്നങ്ങനെ പറഞ്ഞ്
വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഭവത് ശുഭമയി തനയ പതിതപ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ. വേഗം രാമനെ ഇവിടെ കൊണ്ടുവരണം, ബാക്കിയൊക്കെ അവിടുന്ന് നോക്കിക്കോളും. സുഖമുടിക ജഗതി തുചിരം ജീവ ജീവ നീ. ദീർഘായുസ് ഉണ്ടാവട്ടെ. രാമൻ കഴിച്ചാൽ ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാരാ അറിയോ? രാമനെ എനിക്ക് തന്ന അങ്ങാണ്. എന്നെ രാമനോട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാമൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ആളും അങ്ങായിരിക്കും. കാരണം നീ കാരണമല്ലേ ഞാൻ രാമനോട് ജീവ 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 ഏറ്റവും കൂടുതലായിട്ട് ചിരഞ്ജീവിയായിട്ട് ഭവിച്ചു. സീതയുടെ അനുഗ്രഹം കൊണ്ട് മരണമില്ലാത്തവനായി തീരട്ടെ. ഇതിലും വലിയൊരു അനുഗ്രഹമാണത്. ചിരഞ്ജീവിയാണ് ഹനുമാൻ ഇപ്പോഴും ഹിമാലയത്തിലെ. ജീവ ജീവ നീ സുഖമുടിക ജഗതി സുചിരഞ്ജീവ ജീവ നീ ദീർഘായുഷ്മാൻ ഭവ. ഏറ്റവും വലിയ അനുഗ്രഹത്തിലെ പുരുഷന്മാർക്ക് ആയുഷ്മാൻ ഭവ. സ്ത്രീകളൊക്കെ സുമംഗലീഭവ, ദീർഘസുമംഗലീഭവ. ദീർഘസുമംഗലിയാവാൻ ആവട്ടെ. രാമനായിട്ട് ചേർന്നാലല്ലേ ദീർഘസുമംഗല്യം ഉണ്ടാവുള്ളൂ. അവിടെ നീ ചിരഞ്ജീവിയാവും. ഈ കാര്യം വേണ്ട പോലെ നടന്നു കഴിഞ്ഞ് ചിരഞ്ജീവിയായിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കണു. അനില തനയനം അഖില ജനനിയോട് സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. സീതയുടെ ആശീർവചനമൊക്കെ കേട്ടു. നമസ്കരിച്ചുകൊണ്ട് തിരിച്ച് സമുദ്രം ചാടിയിൽ ഈ സുഗ്രീവൻ ആദികളെ കാണാനുള്ള രംഗങ്ങളാണ്. അതിനു മുമ്പായിട്ട് ലങ്ക മർദ്ദനം, ലങ്കാദഹനം. നല്ലൊരു ദൂതൻ സ്വാമി പറഞ്ഞതിൽ ഒരു സ്റ്റെപ്പ് അധികം ചെയ്യണം എന്നാണ്. മധ്യമൻ പറഞ്ഞത് ചെയ്യുന്നവൻ, പറഞ്ഞതും ചെയ്യാത്തവൻ അധമൻ. താൻ ഉത്തമനായ ദൂതനായതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു സ്റ്റെപ്പ് അധികം ചെയ്യണു. ലങ്കാദഹനം, ലങ്കാമർദ്ദനം, രാവണനുമായിട്ടുള്ള കൂടിക്കാഴ്ച, രാവണന് കൊടുക്കുന്ന ഉപദേശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പൂർവന്നാമ തപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാരാവണ കുംഭകർണനിധനം മേധസ്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.